ഗൈസ്, ലോകത്ത് കുറേ സിനിമകൾ വരാറുണ്ട്. പക്ഷെ ചില സിനിമകൾ നമ്മളെ പൊട്ടന്മാരാക്കിയിട്ട് പോകും. ആൻഡ് നമുക്കത് മനസ്സിലാകത്തുകൂടിയില്ല. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഗൈസ് റോബോട്ട് 2.0. ആൻഡ് സത്യം പറഞ്ഞാൽ 2.0 നമ്മൾ വിചാരിക്കും ദ മെയിൻ വില്ലൻ പക്ഷിരാജനായിരിക്കും എന്ന്. പക്ഷേ ദ ട്രൂത്ത് ഈസ് ദാറ്റ് സിനിമയിൽ ഇടനീളം ഉള്ളായിരുന്ന മഹാവില്ലനായിരുന്നു ഡോക്ടർ വസീകരൻ. അപ്പോൾ ചിലവർ ചോദിക്കും, ഇവിടെ വസീകരൻ മറ്റേ പാവ ആളില്ലേ, അയാൾ സയൻറ്റിസ്റ്റില്ലേ, അങ്ങേരെങ്ങനെ വില്ലനാവാൻ? ആൻഡ് ഇത് മനസ്സിലാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പക്ഷിരാജൻ ആരെന്ന് മനസ്സിലാക്കണം. പക്ഷിരാജൻ ബേസിക്കലി ഒരു നോർമൽ മനുഷ്യനാണ്. അയാൾ എന്തൊക്കെയോ കോളേജിലെ പ്രൊഫസർ കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഇയാളുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്നത് ഇയാൾ ബേർഡ്സിൻ്റെ അടുത്ത് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു കണക്ഷനാണ്. അത് ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടാവാൻ കാരണം തന്നെ ബിക്കോസ് അയാൾ ജനിക്കാൻ തന്നെ കാരണം ബേർഡ്സാണ്. പക്ഷേ എന്നാൽ ഒരു ദിവസം പക്ഷിരാജൻ നോട്ടീസ് ചെയ്തത്, അതായത് കുറേ ബേർഡ്സ് പെട്ടെന്ന് റാപ്പിഡായിട്ട് ചത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിൻ്റെ കാരണം നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മൊബൈലിൽ നിന്ന് വരുന്ന നെറ്റ്വർക്ക് റേഡിയേഷൻ ആയിരുന്നു. ഈ കാര്യം മനസ്സിലാക്കിയ പക്ഷിരാജൻ കുറേ അധികം മൊബൈൽ നെറ്റ്വർക്ക് ടവേഴ്സിൻ്റെ അടുത്ത് പോയി കുറേ ആൾക്കാരെടുത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തു. ആൻഡ് ഈവൻ ആൾക്കാർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ അയാൾ കുറേ സെമിനാർസ് അയാൾക്ക് കണ്ടക്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ അറ്റ് ദ എൻഡ് ആരും അയാൾ മൈൻഡ് ചെയ്തില്ല. ആൻഡ് ഈവൻ ഒരു ദിവസം അയാളുടെ കൺമുമ്പിൽ തന്നെ കുറേ ബേർഡ്സ് മരിച്ചു പോയപ്പോൾ അയാൾക്ക് മതിയായി. ഹി ഗേവ് ഹിസ് ലൈഫ്. പക്ഷേ പക്ഷിരാജിൻ്റെ മരണത്തിന് ശേഷം കുറേ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ ആ സ്ഥലത്ത് നടന്നു തുടങ്ങി. അതായത് ആൾക്കാരുടെ കഴിക്കുന്ന സ്മാർട്ട് ഫോൺ ആകാശത്തിലേക്ക് പെട്ടെന്ന് പറന്നു പോവുക, അത് ബ്ലാസ്റ്റ് ആവുക, ആൻഡ് ഓൾസോ ചില സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ മരിക്കുക ഓർ ഈവൻ മർഡർ ആവുക. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ ഇവരെല്ലാം കൂടി വിളിച്ച് ഒരു മീറ്റിങ്ങിൽ വരുത്തി. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ആ വസീകരനൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അതിന് ഇത്രയും ബുദ്ധികൾ ഉണ്ടായിട്ട് കൂടി ഈ സംഭവം എന്താണ് സംഭവം എന്ന് കൂടി ആർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഓവർ സ്മാർട്ട്നെസ് കാണിക്കാൻ വേണ്ടി ഡോക്ടർ വസീകരൻ പറയുകയാണ് ചിട്ടീനെ തിരിച്ചു കൊണ്ടുവരണം. ലൈക്ക് വെറുതെ ഇരുന്ന ആൾക്കാരടുത്ത് പറയുകയാണ് ചിട്ടീനെ കൊണ്ടുവരണമെന്ന്. അതിന് ഇങ്ങനെ ചിട്ടീനെ ഓർത്ത് ഇത്രയും ഡെസ്പറേറ്റ് ആവാനുള്ള കാരണം വളരെ സിമ്പിളാണ്. ബിക്കോസ് അയാളുടെ 10-15 വർഷത്തെ വർക്കാണ് ആ ഒരു റോബോട്ട്. ആൻഡ് അതവിടെ ഡിസ്മാൻഡിൽഡ് ആയിട്ട് കിടക്കുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അയാൾ പറഞ്ഞത് ആരും വില വെച്ചില്ല. ബിക്കോസ് എല്ലാവർക്കും കറക്റ്റായിട്ട് ഓർമ്മയുണ്ടായിരുന്നു ആ റോബോട്ട് എന്തൊക്കെ മനോഹരമായ കാര്യങ്ങളാണ് ചെയ്തതെന്ന്. പക്ഷേ ആരും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ഡോക്ടർ വസീകരൻ അടുത്ത ദിവസം തന്നെ ചിട്ടീനെ ഇല്ലീഗലായിട്ട് പോയി എടുത്ത്. ലൈക്ക് അവിടെ തൊട്ടേ ഈ ചെറ്റ ടെററിസ്റ്റാണ്. ആൻഡ് മീൻ വൈൽ നമ്മളെ പക്ഷിരാജനാണെങ്കിൽ കുറേ ആൾക്കാരെ തുരുതുരാന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ ബേർഡ്സ് ഡൈഡ്. ആൻഡ് ഈവൻ മിനിസ്റ്ററിന് വരെ ഈ കാര്യം വളരെ അലാർമിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് അയാളുടെ ഒരു ഫ്രണ്ട് കണ്ട് ചത്തുപോയി. സോ അയാൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ വസീകരൻ്റെ അടുത്ത് വിളിച്ച് പറയുകയാണ്, എടാ വസീകര, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെയ്യ്. അതിപ്പോൾ ആ ചിട്ടീനെയോ കുട്ടീനെയോ എന്തെങ്കിലും പുറത്ത് കൊണ്ടുപോവാ. ഞാൻ ഇങ്ങനത്തെ ഒരു സീരിയസ് കാര്യം പറഞ്ഞപ്പോൾ കൂടി ഡോക്ടർ വസീകരൻ കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് കാണാൻ, അടുത്ത ദിവസം നമ്മളെ ചിട്ടിയുടെ കംബാക്ക് നടക്കുവാണ് ആഫ്റ്റർ മെനി ഇയേഴ്സ്. ആൻഡ് കംബാക്കിന് നടന്ന് തുരുതുര ഫൈറ്റ്. ആൻഡ് ആഫ്റ്റർ 5 minutes ചിട്ടിയുടെ ബാറ്ററി ഡൗൺ ആയി. എൻ്റെ മുന്നോടാ എന്തിനും തൊട്ട് കണ്ടുവരികയാണ്. അതായത് ആവശ്യമുള്ള സമയത്ത് ചിട്ടിയുടെ ബാറ്ററി പോകും. പിന്നെ എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് ചിട്ടിയുടെ ഗേൾ ഫ്രണ്ട് ആൻഡ് ഡോക്ടർ വസീകരൻ കൂടി ചേർന്ന് ഫൈനലി ആ പക്ഷിരാജനെ ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂട്ടിലടച്ച്. ബട്ട് ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാ ട്വിസ്റ്റ് നടക്കും. അതായത് നമ്മളെ മറ്റേ ബോറയില്ലേ, അയാളുടെ മോൻ വന്നിട്ട് പക്ഷിരാജനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കും, തിങ്കിങ് ദാറ്റ് പക്ഷിരാജൻ അവനെ ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ്. ലൈക്ക് വെറും പൊട്ടൻ. അറ്റ്ലീസ്റ്റ് ബോറ ഇതിനെക്കാട്ടിയും ബുദ്ധിയുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നിന്ന് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പക്ഷിരാജൻ ഉടനെ വന്ന ആൾക്കാരെ കൊന്നില്ല. അതെ, അയാൾ വീണ്ടും മനുഷ്യ രൂപത്തിൽ ആൾക്കാരടുത്ത് പറയുകയാണ് ബേർഡ്സ് കുറേ ചത്തുകൊണ്ടിരിക്കുകയാണ്, നെറ്റ്വർക്ക് റേഡിയേഷൻ കുറയ്ക്കണം. ആൻഡ് ഇയാൾ ഇത്രയും വീണ്ടും ഇയാൾ റിക്വസ്റ്റ് ചെയ്തിട്ട് കൂടി ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും പക്ഷിരാജിനെ ഡയറക്റ്റ് വന്ന് ആൾക്കാരെ കൊല്ല വിളിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. ഇറ്റ് വാസ് ബിക്കോസ് ഈവൻ അയാൾ ചത്തിട്ടുകൂടി ആൾക്കാർ അതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ലായിരുന്നു. പിന്നെന്താണ്, പക്ഷിരാജൻ വീണ്ടും വന്ന് ആൾക്കാരെ ഇടിച്ചു തുടങ്ങി. ആൻഡ് ഇടിച്ചിടിച്ച് ഫൈനലി നമ്മളെ ചിട്ടി വരികയാണ് ആൾക്കാരെ രക്ഷിക്കാൻ. പക്ഷേ ചിട്ടിക്ക് പക്ഷിരാജൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഡോക്ടർ വസീകരൻ്റെ ബോഡിയിലാണ് ഈ പക്ഷിരാജൻ കയറിയിരിക്കുന്നത്. അതായത് വസീകരനെ പൊസസ് ചെയ്ത്. പിന്നെ ആസ് എക്സ്പെക്റ്റഡ് നമ്മളെ പക്ഷിരാജനാണെങ്കിൽ ചിട്ടീനെ വലിച്ച് കീറി, മറ്റേ ചിക്കൻ കീറുന്ന പോലെ എടുത്ത് കീറി. ഞാൻ എങ്ങനെയൊക്കെയോ കോൺഷ്യസ്നെസ്സിൽ വന്ന ഡോക്ടർ വസീകരൻ നിലയെടുത്ത് പറയുകയാണ് 2.0. അങ്ങനെ അടുത്ത ദിവസം 2.0 ആക്ടിവേറ്റഡ് ആയി. ആൻഡ് ഈ നില 2.0 അടുത്ത് പോയി പറയുകയാണ്, അതായത് നിന്നെക്കാട്ടിയും പവർഫുൾ ആയിട്ടുള്ള ഒരാളുണ്ട്, അതാണ് പക്ഷിരാജൻ. ആൻഡ് ഈ 2.0 ഡയറക്റ്റ് അത് പറഞ്ഞതിന് അഗ്രി ചെയ്യുകയാണ്. ആൻഡ് പക്ഷിരാജനെ കൊല്ലാൻ പുറപ്പെടുകയാണ്. എനിക്ക് ആ സംഭവം ഇതുവരെ മനസ്സിലായില്ല. ബിക്കോസ് ഈ 2.0യുടെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ ഈ വേൾഡ് മൊത്തം കയ്യിലടക്കുക എന്നതാണ്. ആൻഡ് അങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ മീൻ വൈൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മറ്റേ പക്ഷിരാജനില്ലേ, അയാളൊരു സ്റ്റേഡിയം നിറച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ഒരുമിച്ച് കൊല്ലാനുള്ള പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് എ മാസ്റ്റർ മൈൻഡ്. അതിന് അവിടെ നിന്ന് നമ്മളെ ചിട്ടിക്ക് പകരം നമ്മളെ 2.0യുടെ മഹാ എൻട്രി നടക്കുവാണ്. അതിന് എത്തിയ ഉടനെ മറ്റേ ഐ ആം വേർഷൻ 2.0 എന്ന് പറഞ്ഞ് സ്റ്റൈൽ അടിച്ച് അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ഉടനെ അവിടെ മഹാ ഫൈറ്റ് തുടങ്ങി. അതായത് നിന്ന നിപ്പിൽ ഫൈറ്റ് തുടങ്ങി. ഒന്നും സംസാരിച്ചോ ഇല്ല, ഇതുമില്ല. ആൻഡ് ബ്രോ, സത്യം പറഞ്ഞാൽ ഈ പക്ഷിരാജൻ ഓൾറെഡി ഇത്ര ആൾക്കാരെ കൊല്ലാൻ പ്ലാൻ ഇട്ടതാ. ഈ ചിട്ടി വന്നിട്ട് അത് കൂടുതൽ എളുപ്പമാക്കി. വീണ്ടും ആൾക്കാരെ കൊന്നുണ്ട്. ആൻഡ് കുറേ കാറുകളും ചീത്താക്കി.
ആൻഡ് ഓഫ് കോഴ്സ് മഹാ ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളെ 2.0 ബാറ്ററി ലോ ആയി ആൻഡ് പക്ഷിരാജൻ ഓൾമോസ്റ്റ് 2.0 കൊല്ലാൻ വന്ന്. എന്നാൽ ആ സമയത്തായിരുന്നു റോബോട്ട് 3.0 എൻട്രി. ഓ മൈ ഗോഡ് ബ്രോ, അതും 3.0 ഒരു പക്ഷിയുടെ മേളിൽ കയറി ഇരുന്നിട്ടാണ് വരുന്നത് നമ്മളെ പക്ഷിരാജനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ സീനിലൊക്കെ നമുക്ക് കാണാം നമ്മളെ പക്ഷിരാജൻ എന്തോ ഹെൽപ്ലെസ് ആണ്. കാരണം അയാളുടെ മെയിൻ സംഭവം എന്നത് ഈ പക്ഷികളെ രക്ഷിക്കുക എന്നുള്ളൊരു സംഭവമാണ്. എന്നാൽ ആ ഒരു വീക്ക്നെസ് വരെ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് അഡ്വാൻറ്റേജ് ചെയ്ത് അയാളെ ഇല്ലാണ്ടാക്കി. ആദ്യമായിട്ടൊക്കെയാണ് ഈ വില്ലൻ തന്നെ ബ്ലാക്ക് മെയിൽഡായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അവിടുന്ന് ഈ 2.0 ആണെങ്കിൽ പക്ഷിരാജൻ ദൂരെ കൊണ്ടുപോയതിനു ശേഷം ന്യൂട്രലൈസ് ഒക്കെ ചെയ്ത് അതായത് എന്തോ ഇല്ലാണ്ടാക്കി അയാൾ. പിന്നെ ഈ സീനൊക്കെ ശേഷമാണ് മഹാ കിടില സീൻ. അതായത് നമ്മളെ ഡോക്ടർ വസീകരനാണെങ്കിൽ മറ്റേ വെടി ഉണ്ടൊക്കെ കൊണ്ടിട്ട് എന്തോ മഹാകാര്യം ചെയ്തോലെ കിടക്കുവാണ്. നിങ്ങൾ ചെയ്തത് സൂപ്പറായി, മൈ ഗോഡ്. ആൻഡ് ഇവിടെ എല്ലായിടത്തും നോക്കിയാൽ വസീകരൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ ചെറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്കും ഈ പക്ഷിരാജനും ഇടയ്ക്കൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ വസീകരന് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യായിരുന്നു. ഞങ്ങൾ സ്മാർട്ട് ഫോൺ ടവേഴ്സ് എല്ലാം കുറയ്ക്കാം, അതിൻ്റെ സംഭവം നിർത്താം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വസീകരൻ വാസ് നോട്ട് റെഡി. ഈവൻ ഈ പക്ഷിരാജൻ്റെ ആഗ്രഹം എന്നത് സ്മാർട്ട് ഫോൺ ടവേഴ്സ് ഫുള്ളി നശിപ്പിച്ച് കളയാനല്ല, അതിൻ്റെ എണ്ണം കുറയ്ക്കാനാണ്. ഇപ്പം ഒരു 10 ടവർ ആണെങ്കിൽ അതിനെ 5 or 4 ആക്കി മാറ്റുക. ബട്ട് നോ വൺ വാസ് റെഡി ഫോർ ഇറ്റ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പക്ഷികൾ ചാവുന്ന റേറ്റും കുറഞ്ഞതുമില്ല, പക്ഷിരാജൻ മരിച്ചും പോയി. ആൻഡ് ബാക്ക് ടു സ്ക്വയർ വൺ. അതേടാ നമ്മൾ സിനിമേനെ പക്ഷിരാജൻ്റെ കണ്ണ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അടുത്ത് ഫീൽ ആവും, യെസ് ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് പക്ഷിരാജനെ ഇഷ്ടപ്പെട്ടോ? ഡു കമൻറ്റ്. എനിക്ക് ആ ഗൈസ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ബൈ ബൈ.